നമസ്കാരം, എൻ്റെ പേര് കാർത്തിക് എന്നാണ്. അപ്പം ഞാൻ നിങ്ങളുടെ പാട്ടിൻ്റെയൊക്കെ ഒരു വലിയ ഫാനാണ്. അപ്പം എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം, ഇന്ന് ഈ റാപ്പർ സമൂഹം നേരിടുന്നൊരു വലിയ പ്രശ്നമാണ് ഈ നിരോധിത ലഹരി മരുന്നുകളുടെ ഉപയോഗം നിങ്ങൾക്കിടയിൽ വ്യാപിക്കുന്നുണ്ട് എന്നുള്ളത്. ഇപ്പോൾ ഞങ്ങളെപ്പോലുള്ള നിങ്ങളുടെ ആരാധകർ നിങ്ങളെ ഡിഫെൻഡ് ചെയ്യാൻ നോക്കിയാലും നമ്മുടെ മാതാപിതാക്കളായാലും ചുറ്റുമുള്ളവരായാലും പറയുന്നത് അത്രത്തോളം വേദിയിൽ നിന്ന് പെർഫോം ചെയ്യണമെങ്കിൽ ഇങ്ങനെയുള്ള നിരോധിത ലഹരി മരുന്നുകൾ നിങ്ങൾ ഉപയോഗിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിനെ എങ്ങനെയാണ് നിങ്ങൾ ഓവർകം ചെയ്യുന്നത്? പിന്നീട് രണ്ടാമതൊരു ചെറിയ ചോദ്യം കൂടെ, ചോദ്യമല്ല ചെറിയൊരു ആഗ്രഹം, കൂപ്പർ ബ്രോ ഒരു 2 വരി ഇംഗ്ലീഷിൽ ഒന്ന് പാടണം. ഇംഗ്ലീഷിൽ 2 വരി ഒന്ന് പാടണം. അത് ആദ്യം പിടിക്കാം. അത് ചെയ്യാം. No choice, thank God my homeboys was a blessing. The melting pot that we was born was lavish, serving lessons on the daily. And maybe you ain't never heard me say this, when your house reeks up from your home, probably ain't the safest product of the system, ain't the first, ain't the latest, as a man in the system. പിന്നെ ബ്രോ ചോദിച്ച ചോദ്യം, ഞങ്ങളതിനെ ഓവർകം ചെയ്യാൻ നോക്കണ്ടല്ലോ, ഞങ്ങളുടെ റിയാലിറ്റി അല്ല അത്. അപ്പോൾ അതൊരു സ്റ്റീരിയോ ടൈപ്പിംഗ് ആണ് അത്. പിന്നെ ഒരുപാട് പേര് സ്റ്റേജിൽ നിൽക്കുമ്പം ഫേസിലോട്ട് ക്ലോസപ്പ് ആയിട്ട് വീഡിയോയും വെച്ചിട്ട് ലോസ്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പലപ്പോഴും കമൻറ്റുകളൊക്കെ കാണുന്നത്. സത്യം പറഞ്ഞാൽ അഡ്രനലിനൊക്കെ കയറി അഡ്രനലിൻ റഷിലാണ് എല്ലാവരും സ്റ്റേജിൽ നിൽക്കുന്നത്. ഇതിനകത്ത് എല്ലാവരും റെക്കോർഡ് ചെയ്യപ്പെടുകയാണെന്ന് വിചാരിക്കുന്നത് പോലും ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് വളരെ ഫ്രീ ആയിട്ട് ഒരാൾ ഏറ്റവും അയാളുടെ ആ ഒരു ലാർജർ ദാൻ ലൈഫ് പെർസോണയെ ചാനൽ ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരിക്കും, അറിയാലോ റാപ്പേഴ്സിൻ്റെ എല്ലാം പൊതുവെ അങ്ങനത്തെ ഒരു സാധനം. അപ്പം ആ സമയത്ത് ഈ എടുക്കുന്ന ബിറ്റ്സ് ആൻഡ് പീസസിൻ്റെയും വീഡിയോ ഒക്കെ വെച്ചിട്ടാണ് ആൾക്കാർ ഇങ്ങനത്തെ ഒരു രീതിയിൽ സ്റ്റീരിയോ ടൈപ്പ് ചെയ്യാൻ നോക്കുന്നത്. ഞങ്ങളുടെ റിയാലിറ്റി അതല്ല എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് ഞങ്ങളതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ നോക്കേണ്ട കാര്യമില്ല. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ പണി എടുത്തുകൊണ്ട് പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. ഈ ലഹരിയിലേക്ക് കീഴടങ്ങി അതിനകത്ത് പെട്ടുപോകുന്ന ആൾക്കാരാണെങ്കിൽ ഞങ്ങളുടെ ആർട്ടിൽ അത് റിഫ്ലക്റ്റ് ചെയ്യും പയ്യെ. അപ്പോൾ അന്ന് മാത്രം ഡിഫെൻഡ് ചെയ്യാതിരുന്നാൽ മതി. അതുവരെ ഡിഫെൻഡ് ചെയ്യണം ബ്രോ, കാരണം നമ്മൾ അങ്ങനെ അല്ലല്ലോ. എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ സംഗീതം, റാപ്പ് തന്നെ ആയിരിക്കണം നമ്മുടെ മെയിൻ ലഹരി. എനിക്ക് നെഞ്ചിൽ കൈവച്ച് പറയാൻ പറ്റും, ഞാൻ സിഗരറ്റ് വലിക്കാറില്ല, ഡ്രഗ്സ് യൂസ് ചെയ്യാറില്ല, വെള്ളമടിക്കാറില്ല. അത് അന്നും അങ്ങനെ തന്നെ ആയിരിക്കും, ഇന്നും എന്നും അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം ഈ റാപ്പ് പാടുമ്പോൾ അല്ലെങ്കിൽ ഒരു ആർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന അത്രയും എനർജി വേറെ ഒന്നിനും തരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഈ കയ്യടി കിട്ടുമ്പോൾ നമ്മുടെ ഉള്ളിൽ കിട്ടുന്ന ഒരു ലഹരി, അത് ഭീകരമാണ്. വേറൊരു ലഹരിക്കും അതിൻ്റെ മുകളിൽ പോകാൻ പറ്റൂല. പിന്നെ ബ്രോ പറഞ്ഞ പോലെ അങ്ങനെ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അത് ആർട്ടിൽ റീഫ്ലക്റ്റ് ചെയ്യും. പക്ഷേ അതൊക്കെ ഓവർകം ചെയ്ത് എങ്ങനെ ഒരു ആർട്ടിസ്റ്റ് വരും എന്നുള്ളതാണ് ഓഡിയൻസും വിശ്വസിക്കേണ്ടത്. പക്ഷേ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാറുണ്ട്. ഞാൻ ഇവിടെ തന്നെ കനകക്കുന്നിലൊരു പരിപാടി ചെയ്തപ്പോൾ സന്തോഷം കൊണ്ട് നല്ല രീതിയിൽ പാട്ട് പാടിക്കൊണ്ടിരിക്കണേ, എനിക്ക് അലർജിക്ക് ആയതുകൊണ്ട് എൻ്റെ കണ്ണ് ചുമന്നിരിക്കും. ആൾക്കാരോ ഫേജോ അടിച്ച് ലോസ്റ്റാ കിളിയ അങ്ങനെ കുറേ കമൻറ്റ്. പക്ഷേ എനിക്ക് യൂട്യൂബിൽ കയറി പറയണമെന്നുണ്ട്, ഞാൻ സത്യമായിട്ട് ഇതൊന്നും ഉപയോഗിക്കാറില്ല. പക്ഷേ അങ്ങനെ പറയുന്നതിനോട് നമുക്ക് എന്ത് പറയാൻ പറ്റും? മനസ്സിലാക്കണം നിങ്ങൾ. ഒരു തവണ ഞാൻ 9 മണിക്ക് എണീറ്റ് ഒരു ഇൻ്റർവ്യൂവിന് പോകും. ആ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഞാൻ സാധാരണ 12 മണിക്ക് എണീക്കാറുള്ള മനുഷ്യൻ. അപ്പം ഞാൻ കിറങ്ങിയിരിക്കുന്നെന്നും പറഞ്ഞിട്ട് അതിനകത്ത് കമൻറ്റുകളൊക്കെ എന്ത് ചെയ്യാനാണ് ബ്രോ, രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ലഹരി ഉപയോഗം ഈ റാപ്പ് സീനെ മാത്രമല്ല, നമ്മുടെ യുവത്വത്തെ മൊത്തത്തിൽ ബാധിച്ചേക്കുന്ന ഒരു പ്രശ്നമാണ്. ഒരിക്കലും റാപ്പേഴ്സ് മാത്രമല്ല ഈ ലഹരി ഉപയോഗിച്ചിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ ഈ സീന് മാത്രമല്ല നമ്മൾ പൊതുവേ കാണുന്നുണ്ട്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ കണ്ടിട്ടുള്ള മുതിർന്ന ആർട്ടിസ്റ്റുകൾ വരെ ഉണ്ട്, അവരുടെ പേരൊന്നും എടുത്ത് പറയുന്നില്ല, ലഹരി ഉപയോഗിച്ച്, അത് മദ്യമാണെങ്കിലും മറ്റു ലഹരികൾ ഉപയോഗിച്ച് നശിച്ചു പോയ അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി നശിച്ച കുറേ ആർട്ടിസ്റ്റുകളെ ഞാൻ തുടക്കകാലം തൊട്ട് തന്നെ കണ്ടിട്ടുണ്ട്. അതെനിക്കൊരു പാടായിരുന്നു. ഞാനും അങ്ങനെ ഉപയോഗിക്കാറില്ല. അതൊരു തെറ്റായ ഒരു പ്രേരണയാണത്. അങ്ങനെ ചെയ്യാൻ പാടില്ല.